योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. സ്വയം താൻ സന്മാത്രമായ വസ്തുവായിട്ട് ഇരുന്നുകൊണ്ട് ശിഷ്യന്റെ ദൃഷ്ടിയെ സ്വരൂപ ഉന്മുഖമാക്കി കേവല ഇരുപ്പ് മാത്രമായ സന്മാത്രമായ സ്ഫുരണം അത് ഈ ശിഷ്യൻ ശ്രദ്ധിക്കുന്നവരേക്കും വേദാന്ത വിചാരം. ആ ശ്രദ്ധ സദാത്മകം എന്ന് പറഞ്ഞല്ലോ നമ്മൾ. യസൈവ സ്ഫുരണം സദാത്മകം. അതിൽ ശ്രദ്ധ പതിയുന്നവരേക്കും മഹാവാക്യം ഒന്നും ഫലിക്കില്ല, ഒന്നും പ്രയോജനപ്പെടില്ല. എന്താന്ന് വെച്ചാൽ എന്താ പറയണ ഒന്നും അറിയില്ലല്ലോ. വെർബൽ മീനിങ് കിട്ടിയിട്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് യസൈവ സ്ഫുരണം സദാത്മകം അസത്കൽപ്പാർത്ഥകം ഭാസത്തെ. യാതൊന്ന് യസ്യ സന്നിധിമാത്രേണ ദേഹേന്ദ്രിയ മനോധിയ വിഷയേഷു സ്വകീയേഷു വർത്തന്തെ പ്രേരിതാ ഇവ. യാതൊന്നിന്റെ സന്നിധി, ഇരുപ്പ്, അതുമാത്രം കൊണ്ട് അസത്തായിട്ടുള്ളതൊക്കെ തന്നെ ഭാസത്തെ പ്രകാശിക്കണം. ശരീരം, മനസ്സ്, ബുദ്ധി ഒക്കെ. ഇതാണ് ഭഗവാന്റെ ഡെത്ത് എക്സ്പീരിയൻസ്, മരണാനുഭവം എന്ന് പറയണത്. നമ്മൾ മനനം വിചാരം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിന് തന്നെ ഭഗവാൻ ചെയ്തത് ഒരു മിനിയേച്ചർ ഫോമാണ്. അതിൽ കാര്യസിദ്ധമായി നമുക്ക് തുടർന്ന് അനുസന്ധാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഈ ശരീരം മരിച്ചുപോയാൽ ഇപ്പോഴും എന്താ വ്യത്യാസം? നമ്മളുടെ തന്നെ ശരീരം മരിച്ചുപോയാൽ എങ്ങനെ ഉണ്ടാവും? ഇതേപോലെ ഉണ്ടാവും. ഭാഗവതത്തില് ഹിരണ്യാക്ഷൻ മരിച്ചു കിടക്കുമ്പോൾ ഈ കാര്യം പറയുന്നുണ്ട്. നോക്കൂ, ആരാ പറയണമെന്ന് നോക്കണം. ഹിരണ്യകശിപു പറയാണ് ഹിരണ്യാക്ഷൻ മരിച്ചു കിടക്കണു, എല്ലാവരും കരയണു. അപ്പൊ ഹിരണ്യകശിപു ചോദിക്കുകയാണ്, എന്തിനാ കരയണത്? അല്ല, ഹിരണ്യാക്ഷൻ മരിച്ചുപോയി. ഹിരണ്യാക്ഷനല്ല ഇവിടെ കിടക്കണത്. അല്ല, ഉള്ളിലുള്ളത് പോയി, അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ചോദ്യം. അത് നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ, അത് നമ്മൾ സമ്മതിച്ചിട്ടേ ഇല്ലല്ലോ. അതിനെ സമ്മതിച്ചാൽ ആദ്യമേ കാര്യം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ഉള്ളവരേക്കും അതിനെ ശ്രദ്ധിച്ചില്ല. അത് പോയപ്പോഴോ അത് പോയി എന്ന് പറഞ്ഞു. അപ്പൊ അത് ഉള്ളപ്പോ തന്നെ വേറെ ഒരു ശരീരത്തിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, മറ്റൊരു ശരീരത്തിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്റെ തന്നെ ശരീരി, ദേഹി, അതിന്റെ സന്നിധി, ഇരുപ്പ് അകത്ത് അറിയുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വരുന്ന വഴിയില് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയില് പുറത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ദി ചർച്ച് ഓഫ് ലിവിങ് ഗോഡ്. ബാക്കിയൊക്കെ ഡെഡ് ഗോഡാണ്. അപ്പോ ഇതാണ് ചർച്ച് ഓഫ് ലിവിങ് ഗോഡ്. ഇതിനകത്ത് ലൈഫ് ഉണ്ട്, ലൈഫ് പ്രിൻസിപ്പിൾ. യു സീ സംതിങ് അലൈവ്. ശ്രദ്ധിക്കാൻ എന്താ പാടുന്നത്? കണ്ണടച്ചിരുന്നു. ഉള്ളവനാരാ? ഇരുപ്പ്. ആ ഇരുപ്പ് സദാ ആത്മകം. ആത്മകം എന്ന് വെച്ചാൽ എപ്പോഴും അസ്തിത്വരൂപമായി ഉള്ളതായിട്ട് ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ. ഇതിന്റെ അബ്സെൻസിനെയാണ് നമ്മൾ ഡെത്ത് എന്ന് പറയുന്നത്. അതാവട്ടെ നമുക്കറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? മരണത്തിനെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ? അറിഞ്ഞാൽ മരണമാവോ? കാരണം അറിയുന്നവൻ ഉണ്ടല്ലോ ഇവിടെ.
അറിയുന്നവൻ ഉണ്ടല്ലോ. അപ്പൊ മരണം ഇല്ലായ്മ ഒരിക്കലും സത്തിനെ അറിയാനേ പറ്റില്ല. ഞാനുണ്ട് എന്നുള്ളതാണ് അനുഭവം. അഹമസ്മി എന്നുള്ളതാണ് അനുഭവം. എക്സിസ്റ്റൻസിന്റെ അനുഭവം എപ്പോഴും എക്സിസ്റ്റൻസ് എക്സ്പീരിയൻസ് ആയി. സത്വഭാസിക ചിത്വവാ ഇതര സത്തയാഹി ചിത് ചിത്തയാഹി അഹം. ഉപദേശസാരം ഭഗവാൻ പറഞ്ഞു, സത്വഭാസിക ചിത്വവാ ഇതര. സത്തിനെ പ്രകാശിപ്പിക്കുന്ന മറ്റൊരു ചിത്തില്ല, അത് സ്വയം പ്രകാശമാണ്. സത്തയാഹി ചിത് ചിത്തയാഹി അഹം. സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് അഹം. അഹമായിട്ടും ചിത്തായിട്ടും സത്തായിട്ടും. നമ്മളുടെ ആത്മവിചാരം അങ്ങനെയാണ്. ആദ്യം ഈ അഹം ബിന്ദു. ശ്രീവിദ്യാശാസ്ത്രത്തിൽ അവര് ബൈന്ദവസ്ഥാനം എന്നാണ് അതിന് പറയാം. ബിന്ദു, കേന്ദ്രം, സെന്റർ. ഭഗവാൻ അടുത്ത് ചോദിച്ചപ്പോ വാട്ട് ഈസ് യുവർ സെൻട്രൽ ടീച്ചിങ്? ഭഗവാൻ പറഞ്ഞു, ദ സെന്റർ ഇറ്റ്സെൽഫ് ഈസ് മൈ സെൻട്രൽ ടീച്ചിങ്. സെന്ററിനെ നമ്മൾ എപ്പോഴും വിട്ടുപോവാണ്. സർക്കംഫറൻസിലാണ്, പുറത്താണ്, അവിടെയാണ്. ഇതൊക്കെ അറിയുന്നവൻ വിജ്ഞാതാരമരേ കേന വിജാനീയാത്. എല്ലാത്തിനെയും അറിയുന്ന അറിവ്. ഇതിന് പുറകില് ജ്ഞപ്തി, അവബോധം, ഇരുപ്പ്, സ്വയം പ്രകാശമായ സത്ത്. അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് മങ്ങലേ ഇല്ല. അത് ജാഗ്രതത്തിലുമുണ്ട്, സ്വപ്നത്തിലുമുണ്ട്, സുഷുപ്തിയിലുമുണ്ട്. സുഷുപ്തിയിൽ കേവല പ്രജ്ഞാനമായിട്ട് ഇരിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ എല്ലാ നാമരൂപങ്ങളെയും സൃഷ്ടിച്ച് അതിനെയൊക്കെ കണ്ടും കൊണ്ടിരിക്കുന്നുണ്ട്. അസത്കൽപ്പാർത്ഥകം ഭാസത്തെ. ഇങ്ങനെ മൂന്നവസ്ഥകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരിക്കലും മങ്ങാത്തെ. അതിന് മങ്ങലേ ഇല്ല, മറയണതേ ഇല്ല, അത് മറഞ്ഞു പോയിട്ടേ ഇല്ല. അതിന് തിരോധാനം സാധ്യമേ അല്ല. നിങ്ങൾക്ക് വേറെ എന്തിനു വേണമെങ്കിലും മറയ്ക്കാം, നിങ്ങളുടെ ഇരുപ്പ് എക്സിസ്റ്റൻസിന് മറയ്ക്കാനേ പറ്റില്ല. എങ്ങനെ മറയ്ക്കും? ഞാൻ ഇല്ലാതായിട്ടൊന്ന് കാണാൻ പറ്റുമോ? ശൂന്യം എന്ന് പറയുന്നത് വെറുതെയാ. എന്തിന്റെ ശൂന്യം? ശൂന്യത്തിനെ ആരാ അറിയണു? ആ കേവലമായ സത്തിന്റെ പ്രതീതി, അതിന്റെ സ്ഫുരണം സദാ നമുക്കുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ആത്മവിചാരം. ആദ്യം അഹം, പിന്നെ ചിത്ത്, പിന്നെ സത്ത്. അഹം എല്ലാവർക്കും അറിയാം. അതും അഹം വൃത്തി എല്ലാവർക്കും അറിയാം. അഹം ആത്മാ എന്നറിയില്ലെങ്കിലും അഹം വൃത്തി എല്ലാവർക്കും സദാ അനുഭവമുള്ള ഒരു മന്ത്രജപമാണ്. അനുസ്യൂതം ആമ്രേടനം എന്നാണ് അതിന് വാക്ക്. ഉള്ളില് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഞാൻ 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 ഞാൻ. അതിന്റെ സ്വയം ആരാധന നടന്നുകൊണ്ടേയിരിക്കും. അത് ആത്മാവിൽ നിന്ന് അന്യമല്ലെങ്കിലും ആത്മാവിൽ നിന്ന് അന്യമായ ഒരു ശക്തി എന്ന വണ്ണം പൊന്തി വന്നിട്ട് സ്വയം തന്നെ സെപ്പറേറ്റ് ആയിട്ട് അഭിമാനിക്കുന്നത് കൊണ്ട് ആ ശക്തിയുടെ ആ അവതാരത്തിനെ സൗന്ദര്യലഹരിയില് ആചാര്യസ്വാമി പറഞ്ഞു, അഹോ പുരുഷിക. അതൊരു ഡിവൈൻ മാനിഫെസ്റ്റേഷൻ. അകത്ത് അഹം എന്ന് പൊന്തുണു, ഞാൻ എന്ന് പൊന്തുണു. നമുക്ക് കണ്ണടച്ച് അന്തർമുഖമായി ഈ ഒരു സ്ഫുരണം, സദാ സ്ഫുരണം ഉണ്ടല്ലോ, ആ സ്ഫുരണത്തിനെ ഗ്രഹിച്ചുകൊണ്ടേയിരുന്നാൽ അത് സത്തിൽ കൊണ്ടാക്കിക്കൊള്ളും. ആ സ്ഫുരണം അഹമാണ്. അത് അഹം വൃത്തിയായിട്ട് തോന്നുന്നു. ക്രമേണ ശ്രദ്ധിക്കുന്തോറും യു വിൽ സീ ദാറ്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്യുവർ എനർജി, ചിത്ത്. അഹം വൃത്തിയായിട്ടുള്ളത് ശ്രദ്ധിക്കുന്തോറും അത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, അത് ജഡശക്തിയല്ല. അത് ക്രമേണ ചിത് ശക്തിയായിട്ട്
ഉള്ളില് താനായിട്ട് സ്ഫുരിക്കും. ഒരു നൂല് പിടിച്ചിങ്ങനെ പോണ പോലെ ആ ബിന്ദുവിനെ ഗ്രഹിച്ചുകൊണ്ട് ശുദ്ധ ചിന്മാത്രമായ സ്ഫൂർത്തിയെ ഗ്രഹിച്ചുകൊണ്ട് കേവല സന്മാത്രമായ ഇരുപ്പ്, കേവല ഇരുപ്പ്, അസ്തിത്വം, എക്സിസ്റ്റൻസ്. സദേവ സൗമ്യേതമഗ്ര ആസീത് ഏകമേവാദ്വിതീയം, രണ്ടില്ലാത്തതായ ആ സത്ത്, അതിനെ സാക്ഷാത്കുരുതേ. ഇങ്ങനെ ശ്രവണം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ശിഷ്യന്റെ ചിത്തം അങ്ങനെ ഗ്ലൈഡ് ചെയ്ത് അങ്ങനെ ആ കേവല സന്മാത്രമായ വസ്തുവിൽ ഒരു ക്ഷണനേരത്തേക്ക് ഒന്നിരിക്കും. ഒരു ക്ഷണനേരത്തേക്ക് ഇരുന്നിട്ട് ഉള്ളിൽ അതിൽ ഇരുന്നും കൊണ്ട് ശിഷ്യൻ പുറമേക്ക് ഗുരുവിനെ നോക്കുമ്പോ ആ ഗുരു പറയണു, കുട്ടി തത്വമസി, നീ ഇപ്പൊ എവിടെ ഇരിക്കണോ അതാണ് നീ. ഐഡന്റിഫൈ വിത്ത് ദാറ്റ് തത്വമസി. തത്ര ആത്മത്വം ദൃഢീകുരു. ഇപ്പൊ യാതൊരു നീ ഒരു ആളല്ലാതെ ഇരിക്കണു. നീ ഇപ്പോ ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ഒന്നുമല്ലാതെ ഒരു ഇരുപ്പ് മാത്രമായിട്ട് ഇപ്പോ അകമേക്ക് യു ആർ ദാറ്റ്. സോ അബൈഡ് ദേർ. അതിലിരുന്നു കൊണ്ട് പഴകും. തത്വമസീതി വേദവചസായോ ബോധയതി ആശ്രിതാന്. അങ്ങനെ പറഞ്ഞ് ഗുരു ഉപദേശിക്കുമ്പോ ഈ ശിഷ്യനുണ്ടല്ലോ ആ അനുഗ്രഹത്തിന്റെ ബലം കൊണ്ട് ആ ക്ഷണനേരത്തില്, അല്ലെങ്കിൽ സുഷുപ്തി പോലെ ആയിപ്പോവും ചിലപ്പോ ഈ സമാധി. ചിലപ്പോഴൊക്കെ സത്സംഗത്തിലൊക്കെ നമ്മളങ്ങനെ ഇരിക്കും, അറിയാതെ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് മറന്നുപോകും. സുഖമായിട്ടിരുന്നു എന്ന് പറയും, നമ്മുടെ സത്സംഗത്തിന് നല്ല സുഖമായിരുന്നു എന്ന് പറയും. പക്ഷെ അതില് ആ സമയത്ത് ഈ വൃത്തി പൊന്തി വന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്തില്ല. അതുകൊണ്ട് എന്താ, ഒരു വളരെ ദിവ്യമായ ഒരു സ്ഥാനത്തിലേക്ക് കയറിപ്പോയിട്ട് അറിയാതെ തന്നെ ഇറങ്ങിപ്പോരും. സുഷുപ്തിയിലും അങ്ങനെയാണ് നടക്കുന്നത്, ഉറങ്ങുമ്പോഴും അങ്ങനെയാണ് നടക്കുന്നത്. അറിയാതെ ഒരു ദിവ്യമായ സ്ഥാനത്തിലേക്ക് കയറിപ്പോയിട്ട് അറിയാതെ തന്നെ ഇറങ്ങി വരണു. നേരെ മറിച്ച് വേദാന്ത ശ്രവണ മനന നിധിധ്യാസനം ചെയ്യുന്ന സന്ദർഭത്തില് ഈ അറിവോടുകൂടെ ആ സ്ഥാനത്തിൽ കയറിപ്പോവുകയും ചിത് ഗർഭിണീ വൃത്തി എന്നാണ് പറയുന്നത്. ആ ചിത്ഗർഭമായ വൃത്തി എന്നുവെച്ചാൽ ആ വൃത്തി, അറിവ് ഇതിനൊക്കെ അറിഞ്ഞും കൊണ്ടുപോയി സുഷുപ്തിയിലിരിക്കുകയാണ്. കോൺഷ്യസ് ആയിട്ട് ഇരുന്നിട്ട് ആ സന്മാത്രമായ സ്ഥിതിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോ പൂർണ്ണ അറിവോടുകൂടെ ഞാൻ ഇത്ര നേരം ബ്രഹ്മമായിട്ട് തന്നെ ഇരുന്നു, സത്തായിട്ട് തന്നെ ഇരുന്നു, അതാണ് എന്റെ ഒറിജിനൽ ഐഡന്റിറ്റി, അതാണ് ഞാൻ, അതാണ് എന്റെ സ്വരൂപം എന്ന കൺവിക്ഷനോടുകൂടെ മൈൻഡ് ലെവലിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോഴും ഈ ഉണ്ടായ അനുഭവത്തിന്റെ തെളിഞ്ഞ ഓർമ്മ, ഉണ്ടായ അനുഭൂതിയുടെ തെളിഞ്ഞ ഓർമ്മ, സ്മൃതി വിട്ടുപോവാതെ ഉള്ളിലിരിക്കും. അത് മറന്നു പോവാതിരിക്കും. യത് സാക്ഷാത്കരണാത്, അത് അറിഞ്ഞു കഴിയുമ്പോ എന്താ, ഭവേതിന പുനരാവൃത്തി. പിന്നെയും ഇവിടെ ജനനം മരണം എന്നുള്ള ചക്രം സാധ്യമല്ല. എന്താന്ന് വെച്ചാൽ ഇയാള് ഉള്ളിൽ ചിന്താമണിയെ തൊട്ട് കഴിഞ്ഞു. ചിന്താമണിയെ തൊട്ട് കഴിഞ്ഞാൽ ലോഹം സ്വർണമാകുമെന്ന് പറഞ്ഞ പോലെ ഉള്ളിലുള്ള ഈ ചിത്തിനെ തൊട്ട് കഴിയുമ്പോ ചിത്തവും മനസ്സും അഹങ്കാരവും ശരീരവും പ്രപഞ്ചവും ഒക്കെ തന്നെ ആത്മസ്വരൂപം തന്നെ എന്നുള്ള അറിവും. ഈ ചിന്താമണി എന്ന് പറയുന്നത് ഒരു ലോഹം, അതിനെ തൊട്ടാൽ സ്വർണ്ണാവുന്ന. ഈ ചിന്താമണി ദ്വീപ് എന്ന് നമ്മൾ പറഞ്ഞതും അത് തന്നെയാണ്. അവിടെ ചെന്ന് തൊട്ടാൽ ഹൃദയസ്ഥാനമാണത്, സർവാത്മഭാവസ്ഥാനം. ആ സ്വരൂപത്തിനെ സ്പർശിക്കുമ്പോ ചിത്തത്തിന് ദ്വൈത വ്യവഹാരം സാധ്യമല്ലാതായിട്ട് തീരും. അഥവാ അത് വാസ്തവമാണെന്നുള്ള ഭ്രമം അതിന്റെ പിടിയിൽ നിന്ന് പോകും. അങ്ങനെ പുനരാവൃത്തിർ ഭവാംബോനിധൗ, അങ്ങനെയുള്ള ആ സാക്ഷാത്കാര ദശ ഉണ്ടാവാനായിട്ട് ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ.
ആത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോ എന്തായി? ആത്മസത്തൈവ സത്തൈഷാം ഭാവാനാം ന തതോധിക. ഇതാണ് അറിവ്. സമാധിസ്ഥിതിയിൽ നിന്ന് ഉണർന്നു വന്നു കഴിയുമ്പോഴും ഇയാളുടെ അറിവ് എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ, പിന്നെയും മനസ്സ് പൊന്തണു, പിന്നെയും വ്യവഹാരം ചെയ്യണു, പിന്നെയും ലോകത്തിൽ പലതും കാണണു, ഒക്കെ ചെയ്യുമ്പോഴും ഇതിനൊക്കെ പുറകിലുള്ള ആത്മാവിന്റെ സത്ത തന്നെയാണ് ഇതിനൊക്കെ സത്ത. ഇതിനായിട്ട് ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ഇല്ല, എക്സിസ്റ്റൻസ് ഇല്ല. സ്ക്രീനിൽ എന്തൊക്കെ തന്നെ സിനിമ കണ്ടാലും അതിന് പുറകിലുള്ള എക്സിസ്റ്റൻസ് സ്ക്രീനാണ്. അതുകൊണ്ട് എല്ലാ ഭാവങ്ങൾക്കും ഈ സത്താണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് അറിഞ്ഞ് തഥൈവ സ്ഫുരണം ചെയ്ഷാം ന ആത്മസ്ഫുരണത്തോധികം. അതുകൊണ്ട് ഇയാൾക്ക് പിന്നെ എന്തൊക്കെ വികാരങ്ങൾ, വിചാരങ്ങൾ, അറിവുകളൊക്കെ പൊന്തി വന്നാലും ഒന്നും സെപ്പറേറ്റ് അല്ല. നമ്മൾക്ക് അജ്ഞാനദശയിലെല്ലാം സെപ്പറേറ്റാണ്. അതാണ് കുഴപ്പം. കോപം വരണു, അത് സെപ്പറേറ്റാണ്. കാമം വരണു, അത് സെപ്പറേറ്റാണ്. അസൂയ വരണു, അത് സെപ്പറേറ്റാണ്. അഭിമാനം വരണു, അത് സെപ്പറേറ്റാണ്. നമ്മളുടെ പഠിപ്പും ആ രീതിയിലാണ്. എല്ലാത്തിനെയും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുകയാണ്. ഇതൊരു വികാരം, ഇതൊരു വികാരം, ഇതൊരു വികാരം. ആ ഏകതത്വജ്ഞാനം ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ എല്ലാത്തിനും പുറകിൽ ഒരേ ചൈതന്യമാണ്. സ്വർണം വളയായിട്ടും മാലയായിട്ടും മോതിരമായിട്ടും മാറണ പോലെ, വെള്ളം ഐസായിട്ടും നൊരയായിട്ടും പതയായിട്ടും ഒക്കെ മാറണ പോലെ ഉള്ളിലുള്ള ആ ശിവൻ തന്നെയാണ് ശക്തിയായിട്ട് മാറണത്. ശിവൻ തന്നെയാണ് ശക്തിയായിട്ട് മാറിയിട്ട് എല്ലാ നാമരൂപങ്ങളും പ്രകൃതിയും ഒക്കെ ആയിട്ട് തീരണം. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം തുടങ്ങുമ്പോൾ ശ്രീമാത്രേ നമഃ എന്ന് തുടങ്ങിയിട്ട് ഒരു മനുഷ്യനുണ്ടാവാവുന്ന എല്ലാ വികാരങ്ങളുടെയും ദേവിയുടെ സ്വരൂപമായിട്ട് പറഞ്ഞിട്ട് അവസാനം ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ. അത് അവസാന നാമാണ്. ശിവനിൽ ഐക്യമായ പിന്നെ ശക്തിയില്ല. ശിവനിൽ ഐക്യമായ പിന്നെ ചലനമില്ല. അതാണ് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നചേദേവം ദേവോ ന ഖലു സ്പന്ദിതുമപി ശക്ത. ഒരു സ്പന്ദനം പോലും സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ശിവം മാത്രമേ ഉള്ളൂ. ആ ശിവത്തിൽ ഒരു ചലനമില്ല. അപ്പോ ഒരു ചോദ്യം വരും, ശിവശക്തിക്ക് രൂപിണ്യേ നമഃ എന്ന് പറഞ്ഞ അടുത്ത നാമം ലളിതാംബികായ നമഃ. അതാണ് അവസാന നാമം. ലളിതാ പരമേശ്വരി, ലളിത എന്നാണ് അവസാനം. അതെന്തിനാ അവസാന നാമം എന്ന് വെച്ചാൽ, ഈ ശിവതത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ലളിതം ആയി, സരളം ആയി. എന്താ ലളിതം? ലാളിത്യം എന്താണ്? അദ്വൈതജ്ഞാനം. എന്താന്ന് വെച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല, ആത്മാവെന്ന് ഭിന്നമായിട്ട് ഒരു പദാർത്ഥവും ഇല്ല എന്ന് അറിയണതിനേക്കാളും ലളിതം എന്താ ഉള്ളത്? അതുവരയ്ക്ക് നമ്മൾ വി ടുക്ക് എവറിത്തിങ് സീരിയസ്ലി, വളരെ സീരിയസ് ആയിട്ട് തീർന്നു. ഇതിപ്പോ അറിഞ്ഞപ്പോ ഇത് മുഴുവൻ ആ പരമേശ്വരി തന്നെയാണ്. ഉഗ്രമായിട്ടും ലളിതമായിട്ടും സരളമായിട്ടും നല്ലതായിട്ടും ചീത്തയായിട്ടും ഗുണമായിട്ടും ദോഷമായിട്ടും എല്ലാത്തിനും പുറകിലിരിക്കുന്ന ഏകതത്വം അറിയപ്പെട്ടു കഴിഞ്ഞപ്പോ ഇതിന്റെ രഹസ്യം തുറക്കപ്പെട്ടു. അതോടുകൂടെ ലളിതാ പരമേശ്വരിയാണ്. അവിടെ ലളിതാ പരമേശ്വരി എന്ന് പറഞ്ഞാൽ ദേവിയായിട്ട് ഒരു ശക്തിയായിട്ടൊക്കെ പറയണു. ജ്ഞാനിയുടെ ആത്മസാക്ഷാത്കാരത്തിന് ഒരു പേഴ്സണാലിറ്റി കൊടുത്തതാണ് ലളിതാ പരമേശ്വരി. അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ജ്ഞാനിക്ക് സാക്ഷാത്കാരം എന്ന് പറയണത് ആത്മാവിൽ നിന്ന് ഭിന്നവുമല്ല അഭിന്നവുമല്ലാതെ നിൽക്കുന്നുണ്ട്. ജ്ഞാനിയുടെ സാക്ഷാത്കാരത്തിന് ശേഷം ജ്ഞാനി പറയണു, ഞാൻ മാത്രമൊന്നും സാക്ഷാത്കൃതനൊന്നുമല്ല, എല്ലാവരും ആത്മാവ് തന്നെയാ, എല്ലാവരും അറിയണുണ്ട്. പിന്നെ നിങ്ങളിൽ മാത്രം ഇയാളിൽ മാത്രം ഇപ്പൊ എന്താ വ്യത്യാസം വന്നത്? ഭഗവാൻ, രമണ ഭഗവാൻ എപ്പോഴും പറയണു, ആരാ ആത്മാവിനെ അറിയാത്തവരും? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജ്ഞാനി എന്നുള്ള ഒരു വിചാരമേ ഉണ്ടായിരുന്നില്ല. ഭഗവാൻ പറയും ചെയ്യും, ജ്ഞാനിയേ ഇല്ല, ജ്ഞാനിയേ കിടയാതെ, ജ്ഞാനംതാ ഇരിക്കുവോയ്. ജ്ഞാനിന്നൊരു ഓണറില്ല അതിന്. ജ്ഞാനംതാ ഇരിക്കുവോയ്, ജ്ഞാനംതാ ഇருக்கு. അപ്പോ ഈ ജ്ഞാനിയിലെ ഈ ജ്ഞാനം സാക്ഷാത്കാരമെന്ന് മറ്റുള്ളവർ കാണുന്നത്. ജ്ഞാനിയുടെ കാഴ്ച ചോദിക്കാൻ പാടില്ല. ജ്ഞാനിയുടെ ദർശനത്തിൽ അജ്ഞാനിയേ ഇല്ല. ആരെയും അജ്ഞാനിന്ന് കാണാൻ പറ്റില്ല. കാണുന്നുണ്ടെങ്കിൽ അതന്നെയാണ് ഒരു വലിയ ദൂഷ്യം. അത് തന്നെ ഒരു സംസാരമായിട്ട് നിൽക്കും. ഇവൻ അജ്ഞാനി, ഞാൻ ജ്ഞാനി. ഈ ദർശനം തന്നെ ഒരു ത്രിപുടിയാണല്ലോ. അത് ജ്ഞാനിക്കില്ല. ആ സർവാത്മഭാവത്തിൽ അത് സാധ്യമല്ല.
എല്ലാവരും പൂർണ്ണമാണ്. പക്ഷേ ആ അനുഭൂതിയെ നമ്മൾ കാണുമ്പോൾ ആ അനുഭൂതി ഒരു ശക്തിവിശേഷം തന്നെയാണ്. ജ്ഞാനകല, ആ ജ്ഞാനകലയും ഒരു ശക്തിവിശേഷമാണ്. ആ ശക്തിവിശേഷമായ ആ ജ്ഞാനകലയാണ് പരമേശ്വരിയുടെ ശുദ്ധ സാത്വിക സ്വരൂപമായിട്ട് ബ്രാഹ്മി ശക്തി എന്ന് പറയുന്നത്. ഇതൊക്കെ സുരേശ്വരാചാര്യർ തന്നെ മാനസോല്ലാസത്തില് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഒരു വിധത്തിൽ പറയുന്നുണ്ട്. ഇതാണ് കണക്ടിങ് ലിങ്ക്. വേദാന്തത്തിനും ഭക്തിക്കും വേദാന്തത്തിനും ശ്രീവിദ്യാമാർഗത്തിനും ഒക്കെ കണക്ടിങ് ലിങ്ക് ഇവിടെയാണ്. ആ അനുഭൂതി തന്നെ ശക്തിയുടെ സാത്വിക രൂപം. എന്താണെന്ന് വെച്ചാൽ അനുഭൂതി എന്ന് പറയുന്നത് വൃത്തിയാണല്ലോ. ആ വൃത്തി നമ്മളുടെ മറ്റേ തോട്ട്സ് പോലെയല്ല. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ. കാമം ക്രോധം പോലെ ഘടം പടം പോലെ ലൗകികമായ ഒരു തോട്ടല്ല. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് സെപ്പറേറ്റ്. ആത്മാവില് ഭിന്നമെന്ന വണ്ണം തോന്നണം. ആ ഭിന്നമെന്ന വണ്ണം തോന്നുന്ന ആ അനുഭൂതി, അതിന്റെ സ്ഫൂർത്തിയെ, സരളമായ ആ അനുഭൂതി വിശേഷം, ആ അനുഭൂതിയുടെ സ്ഫൂർത്തി സ്ഫുരണ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ വീര്യം എന്ന് പറയുന്നത്. ആ വീര്യമാണ് ഉപദേശിക്കുമ്പോൾ ശിഷ്യന്റെ ഉള്ളിലേക്ക് സംക്രമിക്കുന്നത്. ഭഗവാന്റെ പാത്തില് വെസ്റ്റേണേഴ്സ് ഒക്കെ പോലും ഒരു പ്രത്യേക പേര് അതിന് കൊടുത്തിരുന്നു. ഭഗവാൻ തന്നെ ആ വാക്ക് അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഐ കറന്റ് എന്ന് പറയും ഭഗവാൻ. കറന്റ് ഓഫ് ഐ കറന്റ്, ധാര. കുഞ്ചുസ്വാമിയും പറയും ആ ധാര. കുഞ്ചുസ്വാമി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ സന്നിധിയിൽ ആ ധാര അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് മിണ്ടിയാലും മൗനമായിരുന്നാലും ഇറ്റ് വിൽ ബി ദെയർ. ചിലപ്പോൾ ഒരു കഥ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ദിവസം, അടുത്ത ദിവസം, അടുത്ത ദിവസം, അടുത്ത ദിവസം, ഇറ്റ് വിൽ കണ്ടിന്യൂ. അത് കഴിഞ്ഞാൽ കഥയൊക്കെ നിർത്തി ഭഗവാൻ പിന്നെ ഒന്നും പറയാതെ ചിലപ്പോൾ 2 ദിവസം ഒന്നും ഉണ്ടാവില്ല. അപ്പോഴും ആ ധാര, ആ സ്രോതസ്, ആ ശക്തി ലാസ്യം, കാവ്യകണ്ഠ ഗണപതി മുനി കൊടുത്ത പേരതാണ്. ശക്തിലാസ്യേ പ്രവൃത്തേ എന്നാണ്. ആ ശക്തിലാസ്യം അവിടെ. ആ കറണ്ടാണ് അനുഗ്രഹിക്കുന്നത്. ആ ശക്തിവിശേഷമാണ് വീര്യം എന്ന് പറയുന്നത്. സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ യോഗസൂത്രവൃത്തിയില് ഈ വിഷയം വീര്യം എന്ന് പറഞ്ഞിട്ട് വീര്യലാഭ എന്ന് പറയുമ്പോൾ പറയണു, ഈ വീര്യം എന്ന് പറയണത് ജ്ഞാനിയുടെ അനുഭൂതിയെ ശിഷ്യനിലേക്ക് സംക്രമിപ്പിക്കാനുള്ള ഒരു വെഹിക്കിൾ. ഒരിടത്തേക്ക് നിന്ന് ഒരിടത്തേക്ക് കൊടുക്കണമെങ്കിൽ ഒരു വെഹിക്കിൾ വേണമല്ലോ, അല്ലേ? എന്തോന്ന് ഇപ്പോ ഹോമിയോപ്പതി എന്ത് സൂക്കേടിന് പോയാലും ഒരേ ഗുളികയാണ്. അവർ കുറെ ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ടാവും. പനിക്ക് പോയാലും തലവേദനയ്ക്ക് പോയാലും വയറുവേദനയ്ക്ക് പോയാലും എല്ലാത്തിനും ആ ഗുളിക എടുത്തിട്ട് തരും. ഇതെന്താ എല്ലാത്തിനും ഈ ഗുളിക തരണത്? അതില് മിക്സ്ചർ വേറെ. സോ വാട്ട് ദേ മിക്സ്, അതിന് നമ്മളുടെ അടുത്തേക്ക് വരാൻ ഒരു വെഹിക്കിൾ മാത്രമാണ് ഈ ഗുളിക. അതുപോലെ ആ ശക്തി പ്രവർത്തിക്കാൻ ഒരു വാഹനം ആണ് വാക്കോ മൗനമോ മന്ത്രമോ ഒക്കെ, ഉപദേശമൊക്കെ തന്നെ. ആ ശക്തിവിശേഷം ആണ് ഇവിടെ സ്ഫൂർത്തി എന്ന് പറയുന്നത്. ശുദ്ധ സ്ഫൂർത്തി. അതില് ഒരു വികാരവുമില്ല, ചിത്തത്തിന്റെ കലർപ്പില്ലാത്ത സ്ഫൂർത്തി. ആ സ്ഫൂർത്തിയെ ഇവിടെ ദക്ഷിണാമൂർത്തിയുടെ സ്ഫുരണം എന്ന് പറഞ്ഞു. ജ്ഞാനി ആത്മവിചാരം ചെയ്യുമ്പോൾ വിചാരം ചെയ്ത് ബാക്കി എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞ് സാധനാ സന്ദർഭത്തില് എന്തൊക്കെ ശക്തിയെ ഇയാൾ ഉപയോഗിച്ചുവോ അതാത് ശക്തി ഇയാളുടെ പ്രകൃതിയിൽ അവിടെ ലയിച്ചു കിടക്കും. അപ്പൊ ഞാൻ പറയണത് ഇപ്പോ എന്തോ ഒരു ഭാഷയായിരിക്കും നിങ്ങൾക്ക്, എനിക്കറിയില്ല. ഇയാൾ ചെയ്യുന്ന ഓരോ സാധനയും, അതായത് അംഗം, രഹസ്യം, ജ്ഞാനം, വിജ്ഞാനം,
ഈ അംഗം എന്ന് പറയണത് ഒരു ചെറിയ ഒരു ഇന്ദ്രിയ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സ്, സത്യപരിപാലനത്തിനായിട്ട് ഇയാൾ ഉപയോഗിക്കുന്ന ഫോഴ്സ്. ഇതാണ് പറയണത്. ഈ ബേസിക് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ മുകളിൽ നിൽക്കില്ല. അപ്പൊ ധർമ്മം ഒരു ശക്തിവിശേഷമാണ്. അത് അഭ്യസിക്കാൻ ഒരു മെനക്കെടുണ്ട്. ആ മെനക്കെടാണ് തപസ് എന്ന് പറയുന്നത്. അത് മെനക്കെട്ട് കഴിഞ്ഞ് അത് സ്വഭാവസിദ്ധമായിട്ട് കഴിയുമ്പോൾ പ്രകൃതിലീനമാവും. പ്രകൃതിലീനമായി കഴിഞ്ഞാൽ ഇയാൾക്ക് അറിയില്ല, പിന്നെ ഇയാൾക്ക് സ്വാഭാവികമാണത്. ഇയാൾ പിന്നെ he will not use any effort to practice it, but it becomes പ്രകൃതി. അതായത് പ്രകൃതി എന്ന് പറഞ്ഞാൽ അയാളുടെ ശരീരമായിട്ട് തീരുമത്. ശരിക്കും പറഞ്ഞാൽ അതാണ് ശരീരം. ഇതല്ല, ഈ ബാഹ്യ ശരീരം വെറും ഒരു ചട്ടയാണ്. ശരിക്കും നമ്മളുടെ ശരീരം ഭാവശരീരമാണ്. ഈ ഭാവശരീരത്തിലെ ഓരോ തപസ്സിന്റെയും ലൗകിക വിഷയകർമ്മങ്ങളുടെ എഫക്ട് അതിലുണ്ട്, അതിൽ ഒളിഞ്ഞു കിടക്കേണ്ട പറയേ വേണ്ട. ഈ ഓരോ ആക്ഷനും, ഓരോ സത്യനിഷ്ഠ, അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇതൊക്കെ ഒളിഞ്ഞു കിടക്കും പ്രകൃതിയിൽ. അതിനുമേലെ പതുക്കെ പതുക്കെ ഇയാൾ വേദാന്ത വിചാരം ചെയ്ത്, ശ്രവണം ചെയ്ത്, ജ്ഞാനവിചാരം, ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് ആരായണം. നിശ്ചിതമായ ഒരു തപസ്, സെന്റേർഡായി, ശ്രദ്ധാശക്തി ഹൃദയത്തിൽ സെന്റേർഡായി ഈ ഞാൻ എന്നുള്ള വൃത്തിയെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഹയസ്റ്റ് ഫോം ഓഫ് തപസ്. അഹമപേതകം നിജവിഭാനകം മഹദിതം തപഃ രമണവാഗീയം. മഹദിതം തപഃ, ഏറ്റവും വലിയ തപസ് ഈ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം ഒക്കെ കടന്ന് അവസാനം ഈ ഹൃദയസ്ഥാനത്തിൽ നിന്നും, ഈ ബൈന്ദവസ്ഥാനത്തു നിന്നും ഞാൻ എന്ന് പറയുന്ന വൃത്തി പൊന്തുന്നത് കോൺഷ്യസ്ലി യു റെക്കഗ്നൈസ്. ഇത് അൺകോൺഷ്യസ് ആയിട്ട് സുഷുപ്തിയിൽ ദിവസം നടക്കുന്നുണ്ട്. ഭഗവാൻ അതാണ് ഞാൻ ആര് പറയുമ്പോ പറഞ്ഞു, സുഷുപ്തിയിൽ ദിവസം അനുഭവിക്കുന്ന ആ അനുഭൂതി ജാഗ്രതത്തിൽ സാധ്യമാകും. അതിന് ഞാൻ ആര് എന്നുള്ള വിചാരം വേണം. എന്താന്ന് വെച്ചാൽ സുഷുപ്തിക്കും ജാഗ്രതത്തിനും വ്യത്യാസം തന്നെ ഈ ഞാൻ എന്നുള്ള വൃത്തി പൊന്തി വരുന്നതാണ്. ദാറ്റ് ഐ തോട്ട് അറൈസസ് ഫ്രം ദാറ്റ് ഹൃദയഗർഭസ്ഥാനം. ആ ഹൃദയഗർഭസ്ഥാനത്ത് നിന്നും ഈ അഹം എന്നുള്ള വൃത്തി ഇങ്ങനെ പൊന്തുണു. അപ്പോ അകമേക്ക് ഇങ്ങനെ ഈ അഹം വൃത്തി എവിടെ പൊന്തുണു എന്ന് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധിച്ച് 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 ഈ അഹം വൃത്തി അങ്ങനെ ശ്രദ്ധിക്കുന്തോറും മറ്റ് യാതൊരു വൃത്തികളിലും ചെന്ന് കലങ്ങാതെ സ്വയം ഹൃദയത്തില് വിശ്രാമ്യതി. വിശ്രാമ്യേത് പരമേശ്വരേ. അതാണ് ഇവിടെ സുരേശ്വരാചാര്യർ പറയുന്നത്. വിശ്വം പ്രകാശ അഭിന്നത്വാത് വിശ്രാമ്യേത് പരമേശ്വരേ. ഘടാദികാനി കാര്യാണി വിശ്രാമ്യന്തി മൃദാദിഷു. മണ്ണറിയുമ്പോൾ ഘടം പോയി, മണ്ണേ ഉള്ളൂ. അതുപോലെ ഈ ചിത്തവൃത്തികൾ എന്താണെന്ന് ആരായുമ്പോൾ ചിത്തില് അത് വിശ്രാമ്യതി, ചെന്ന് വിശ്രമിക്കും. അങ്ങനെ ചിന്മാത്രമായിട്ട് ഇരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഈ ശിഷ്യന് ആ അനുഭൂതി വരുമ്പോ നിധിധ്യാസനശീലനായിട്ടുള്ള ആളുടെ അടുത്ത് ഗുരു പറഞ്ഞാൽ ഇയാൾക്ക് മനസ്സിലാവും. കാരണം ഹി നോസ് ദി ഇന്നർ ട്രാക്ക് അല്ലേ. അപ്പൊ ആകാശത്തിൽ പറക്കണ പൈലറ്റിന് അവിടുത്തെ ചിലതൊക്കെ നിശ്ചയം ഉണ്ടാവും. നമുക്കിവിടെ നോക്കിയാൽ ഒന്നും അറിയില്ല അല്ലേ വ്യാസ്. മുകളിൽ ചില റോഡൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഇവിടുന്ന് നോക്കിയാൽ നമുക്കൊക്കെ ഒരേപോലെയാണ്. മുകളിൽ പോണ ആൾക്കറിയും. അതുപോലെ അകമേക്ക് ഈ യാത്ര ചെയ്യുന്ന ആൾക്ക് നല്ല നിശ്ചയമുണ്ട്. സാധാരണ മനുഷ്യനും ഇയാൾക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. മൂക്കും കണ്ണും തലയൊക്കെ ഒരുപോലെ ആണെങ്കിലും ഈ അന്തർദൃഷ്ടി വന്ന ആള് ഒരു പ്രത്യേക ജീവിയാണ്. അയാൾ കാണുന്നതൊക്കെ ഈ ഉള്ളിലുള്ള റോഡാണ്. ആ വർദ്ധമ കാണിച്ചു കൊടുത്ത് ഗുരു അവസാനം ഇയാളെ വിശ്രമിപ്പിക്കുകയാണ്. എങ്ങനെയുള്ള സ്ഥലത്ത് വിശ്രമിപ്പിക്കണു എന്ന് വെച്ചാൽ ജനനം മരണം, അതായത് പുനരാവൃത്തിർ ഭവാംബോനിധൗ, ജനനം മരണവും ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ നിന്നുപോണം. ജന്മ മൃത്യു ജരാ തപ്ത ജന
വിശ്രാന്തിദായിനി. ആ വിശ്രാമസ്ഥാനം ഈ ഹൃദയസ്ഥാനമാണ്. അവിടെ ഈ ജനനം മരണം ഒന്നുമില്ല. അവിടെ പോണ വരെ വിശ്രാമമൊന്നുമില്ല. തപ്ത ടയേർഡ് വിത്തിട്ട് ജനിച്ചു, മരിച്ചു, പ്രവർത്തിച്ചു, കർമ്മം ചെയ്തും വികാരപ്പെട്ടും രാഗദ്വേഷ കലുഷമായും വിഷമിച്ചിരിക്കുന്ന ജീവന് ആ ഒരു വിശ്രാന്തി, ആ ശീതളത, ആ തുരീയ മഞ്ചത്തില് ശിവാകാരേ മഞ്ചേ പരമശിവ പര്യങ്ക നിലയാം ഭജന്തിത്വാം ധന്യാഹ കതിചന ചിദാനന്ദലഹരിയും. അവിടെ എങ്ങനെയാ ഭജിക്കണത് എന്ന് വെച്ചാൽ ശിവാകാരേ മഞ്ചേ, ഒരു കട്ടിൽ കയറി കടന്നു എന്നാണ് ഈ ചിത്തം. ആ കട്ടിൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ശിവനാകുന്ന മഞ്ചം. ശിവാകാരേ മഞ്ചേ പരമശിവപര്യങ്ക നിലയാം ഭജന്തിത്വാം ധന്യാഹ കതിചന ചിദാനന്ദലഹരി. നോക്കൂ, ഈ ജഡശക്തി ശവാകാരമായ മഞ്ചത്തിലാണ് ആദ്യം ഇരിക്കുന്നത്, ഈ ശരീരം. അതിന്ന് പതുക്കെ പതുക്കെ ചിത്തത്തിലും വിജ്ഞാനത്തിലും ഒക്കെ കൊണ്ടുപോയി അവസാനം ശിവാകാരമായ മഞ്ചത്തില് തുരീയത്തിൽ വിശ്രമിപ്പിക്കുകയാണ് ഈ ചിത്തശക്തിയെ. അവിടെ പരമശിവ പര്യങ്ക നിലയാം, ആ പരമശിവനാവുന്ന പര്യങ്കത്തില് അങ്ങനെ കടന്നു. അപ്പൊ അങ്ങനെ ആ ശക്തിയെ ഉള്ളിൽ ഉപാസിക്കുന്നവൻ ധന്യാഹ കതിചന ചിദാനന്ദലഹരി എന്നാണ്. ഒരു ചിദാനന്ദലഹരിയായിട്ട് ആ വസ്തുവിനെ ഹൃദയത്തിൽ കണ്ടു, ആനന്ദിച്ചു. അവിടെ പുനരാവൃത്തിയില്ലാത്ത സ്ഥിതിയെ, പുനരാവൃത്തിക്കൊക്കെ കാരണം ഈ ചിത്തം പൊന്തി പൊന്തി വന്ന് വീണ്ടും വ്യവഹാരത്തിൽ ചാടണതാണ്. ആ ചിത്തം ഹൃദയസ്ഥാനത്തില് ആ ശിവനില് ലീനമായി വിലീനമായിട്ട് തീർന്നു. ആ ശിവൻ അറിയപ്പെട്ട് കഴിയുമ്പോ ആ തത്വമസ്യാദി മഹാവാക്യാർത്ഥം ദൃഢമാവും തോറും ഈ വ്യവഹാരത്തിലും ഈ തത്വമറിഞ്ഞ ആള് ശിവമായിട്ടിരിക്കും, വിശ്രാന്തനായിട്ടിരിക്കും. ഇതാണ് ദക്ഷിണാമൂർത്തി രൂപമായ ഭഗവാൻ ചെയ്ത അനുഗ്രഹം. അതുകൊണ്ട് ഈശ്വരനോട് അത്തരത്തിലുള്ള ആ ശിവതത്വ പ്രകാശത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയെ. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ആ ശിവതത്വത്തില് ഒരു അക്ലമറ്റൈസേഷൻ വരും. അതറിഞ്ഞു കഴിയുമ്പോ സകൃത് പ്രസക്തമാത്രോപി സർവാത്മത്വേ യദൃച്ഛയാ സർവപാപ വിനിർമുക്ത ശിവലോകേ മഹീയത്തെ. ഒരു സകൃത് എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഈ വേദാന്ത ശ്രവണം ചെയ്തുകൊണ്ട് മനനം ചെയ്തുകൊണ്ട് അന്തരംഗത്തിൽ ആത്മവിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ക്ഷണനേരത്തേക്ക് എതിർച്ചയാന്നാണ്, അധികവും അങ്ങനെയാ നടക്കാം. ഈ മനന നിധിധ്യാസനം ചെയ്യുന്ന ഈ ബ്രഹ്മചാരി അഥവാ ഈ യോഗി ഏത് സമയത്തിലാണ് ഈ സമാധിയുടെ മണ്ഡലത്തിലേക്ക് ചിത്തം പ്രവേശിക്കുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബസ്സിൽ പോകുമ്പോഴായിരിക്കും, ട്രെയിനിൽ പോകുമ്പോഴായിരിക്കും, പൂജാ റൂമിൽ ഇരിക്കുമ്പോഴൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഏകാന്തമായിട്ട് ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. സംവേർ ഇൻസൈഡ് യുവർ ബോഡി യു എൻറ്റർ ഇൻ ടു എ ലിമിറ്റ്ലെസ് പ്ലെയിൻ. ശരീരത്തിന്റെ ഉള്ളിൽ എന്ന വണ്ണാണ് തോന്നുന്നത്. പക്ഷേ ശരീരേഷു അശരീരം സ്ഥാനം, അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം മഹാന്തം വിഭുമാത്മാനം മത്വാ ധീരോ ന ശോചതി. ഈ ശരീരത്തിന്റെ ഉള്ളിൽ അശരീരമായ ഒരു സ്ഥാനത്തിലേക്ക് എൻറ്റർ ചെയ്യണം മൈൻഡ്. അവിടെ ജീവനാണെന്ന് വിചാരിച്ച് ഉള്ളിൽ പോയി നോക്കുമ്പോൾ ജീവനൊന്നുമില്ല. അവിടെ ശിവനേ ഉള്ളൂ, അഖണ്ഡം. ഗുരുനാനാക്കിനെ കുറിച്ച് പറയും. ഗുരുനാനാക്ക് ഒന്നിലും ഉരുപ്പടിയാവാതെ ഒരു ജോലിയും ഒന്നും ചെയ്യാൻ ഉരുപ്പടിയാവണില്ല എന്ന് പറഞ്ഞ് അവസാനം അവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ ഒരു പലചരക്ക് കടയിൽ ജോലിക്ക് നിർത്തി. അപ്പൊ പലചരക്ക് സാധനങ്ങളൊക്കെ എടുക്കുക, പൊതിഞ്ഞു കൊടുക്കുക, അരി ഗോതമ്പൊക്കെ പൊതിഞ്ഞു കൊടുക്കുക. അപ്പൊ ആരോ വന്ന് ഗോതമ്പ് ചോദിച്ചു.
അപ്പൊ ഓരോ പടിയായിട്ട് അളന്നിട്ട് കൊടുക്കുകയാണ്. അപ്പൊ 1 2 3 4 5 6 7 8 9 10 11 12 12 വരെ എണ്ണി. 13 എന്ന് പറഞ്ഞതും ബാഹ്യപ്രജ്ഞ പോയി. 13 എന്നുള്ളത് 13 തോന്നിയില്ല. എല്ലാം അങ്ങയുടെ ആണ്, അവിടുത്തെ ആണ്, ഭഗവാന്റെ ആണ്, എന്റെ ഒന്നുമില്ല എന്ന് തോന്നിപ്പോയി. ഉള്ളില് ആ ക്ഷണത്തിലാണ് ഈ സർവാത്മഭാവം വരുന്നത്. 13 എന്ന് പറഞ്ഞ് ഗോതമ്പ് മുഴുവൻ എടുത്ത് പുറത്തേക്ക് ഇട്ടു അത്രേ. അപ്പോഴാണ് വീട്ടിൽ വന്ന് ആളുകൾ വന്ന് പറഞ്ഞു കടക്കാരനോട്, നാനാക്കിനും ഭ്രാന്ത് പിടിച്ചു പോയി, 13 എന്ന് പറഞ്ഞ് ഗോതമ്പൊക്കെ എടുത്ത് പുറത്തിട്ടുകൊണ്ടിരിക്കണം. സർവാത്മഭാവം ഒരു ക്ഷണനേരത്തേക്ക് ഉള്ളിൽ വന്നാൽ പോലും ഈ ജീവന് ശിവലോകത്തിലെത്തിയെന്നാണ്. സർവപാപ വിനിർമുക്ത, ഇവന്റെ പാപമൊക്കെ പോയി. എന്താന്ന് വെച്ചാൽ പാപം ചെയ്യുന്ന ആളെ ഇല്ലേ അവിടെ. സർവാത്മഭാവനായസ്യ പരിപക്വാ മഹാത്മനഃ സംസാര താരക സാക്ഷാത് സയേവ പരമേശ്വര. കുറച്ച് ആ സർവാത്മഭാവം വന്നെങ്കിലും ഒരു ഗ്ലിംസ് കിട്ടിയാൽ തന്നെ ഇയാൾക്ക് പരമാനുഗ്രഹം. പക്ഷെ അത് എല്ലാ പുണ്യവിശേഷങ്ങളുടെയും സമ്പൂർത്തിയായിട്ട് അപൂർവം ചില മഹാപുരുഷന്മാരില് ആ സർവാത്മഭാവം ടൈംലെസ് ആയിട്ട് ഇരിക്കും. ഭഗവാനെ പോലെ വളരെ അപൂർവമായിട്ട് ചിലരില് ദേശകാലങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടാതെ ഏത് സമയത്തും ആ സർവാത്മഭാവം ഉണ്ടായിരുന്നു. ശ്രീശുഖബ്രഹ്മ മഹർഷി, വാമദേവൻ, ഇതൊക്കെ പോലെ നമുക്ക് ഭഗവാനെ കണ്ടിരുന്നു. 24 മണിക്കൂറും 54 വർഷവും എല്ലാവരും കണ്ടിരുന്നു. ആ സർവാത്മഭാവത്തിന് ഒരു വിധത്തിലുള്ള കളങ്കമും ഇല്ലാതെ സദായിരിക്കും. അങ്ങനെ ഒരു യോഗിയെ കണ്ടാൽ, ഇവിടെ സുരേശ്വരാചാര്യർ പറഞ്ഞു, ദക്ഷിണാമൃത സ്തോത്രം വാർത്തികാണ്, സർവാത്മഭാവന യസ്യ എന്നുവെച്ചാൽ അവർ ശങ്കരാചാര്യരെ കാണുന്നവരാണല്ലോ. അതുകൊണ്ട് ഈ ശ്ലോകം അങ്ങനെ നോക്കണം. സർവാത്മഭാവന യസ്യ പരിപക്വ മഹാത്മനഃ. ഏതൊരു മഹാത്മാവിന് ആ സർവാത്മഭാവന പരിപക്വമായിട്ട് തീർന്നിരിക്കണം. സംസാര താരക സാക്ഷാത് സയേവ പരമേശ്വര. ഒരു ജീവനെ സംസാരത്തിൽ നിന്ന് തരണം ചെയ്യാനായിട്ട് നടമാടുന്ന പരമേശ്വരൻ തന്നെയാണ് അവൻ. സംസാര താരക സാക്ഷാത് സയേവ പരമേശ്വര എന്ന് പറഞ്ഞാണ് ഈ മൂന്നാമത്തെ ഉല്ലാസം ഇവിടെ പൂർത്തി ചെയ്യണത്. 4ാമത്തെ ഉല്ലാസമാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. സ്വതസ്സന്തഃ പ്രകാശന്തെ ഭാവാ ഘടപടാതയ നേശ്വരസ്യ സമാവേശാദിത്യസ്യോത്തരമുച്യത്തെ. അടുത്ത ശ്ലോകം, ഒരു കുടത്തില് കുറെ ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു വിളക്ക് വെച്ചാ ആ വിളക്കിന്റെ വെളിച്ചം ഓരോ ദ്വാരത്തിലൂടെയും പുറത്തു വരും. അതുപോലെ ഈ ശരീരത്തിലുള്ള ഓരോ ദ്വാരത്തിലൂടെയും ആത്മാവിന്റെ പ്രകാശമാണ് പുറത്തു വരുന്നത്. കണ്ണിലൂടെ രൂപമായിട്ടും, ചെവിയിലൂടെ ശബ്ദമായിട്ടും, മൂക്കിലൂടെ മണമായിട്ടും, നാവിലൂടെ രുചിയായിട്ടും, ത്വക്കിലൂടെ സ്പർശമായിട്ടും. നാനാഛിദ്ര ഘടോദര സ്ഥിത മഹാദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യ തു ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദത്തെ ജാനാമീതി തമേവ ഭാന്തം അനുഭാതി ഏതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഭഗവാന്റെ കഥയിൽ ഈ ശ്ലോകം വളരെ പ്രധാനമാണ്. എന്താന്ന് വെച്ചാൽ 17 വയസ്സിൽ വീട്ടിൽ നിന്ന് ഓടിപ്പോന്നു തിരുവണ്ണാമലയ്ക്ക്. വീട്ടിലുള്ളവരൊക്കെ അന്വേഷിച്ചു, പല സ്ഥലത്തും അന്വേഷിച്ച് കണ്ടുകിട്ടിയില്ല. അവസാനം ആരോ ഒരു തമിഴ് ആദീന മഠത്തിലെ ഒരു പയ്യൻ വന്നിട്ടാണ് പറയണത്, തിരുവണ്ണാമലയിൽ ഇതുപോലെ ഒരു സ്വാമിയുണ്ട്, എല്ലാവരും പോയി കാണുന്നു, അപൂർവമായ ഒരു മഹാ തപസ്വി, അവൻ അറിയണ രീതിയിലൊക്കെ വാഴ്ത്തി പറഞ്ഞു. അത് ഇവരുടെ കുടുംബത്തിലെ
മാനാമധുരൈ നെല്ലയ്യപ്പയ്യർ, ഭഗവാന്റെ ചെറിയച്ഛൻ, അദ്ദേഹത്തിന്റെ ചെവിയിലെത്തിയിട്ട് അദ്ദേഹമാണ് ആദ്യം പോയി കാണുന്നത്. പോയി കണ്ടപ്പോ ഭഗവാനെ കാണാനൊന്നും പറ്റില്ല. ആദ്യം മാന്തോപ്പില് ഗുരുമൂർത്ത്, അവിടെ അടുത്തായിട്ട് മാന്തോപ്പ്, കുറെ മാമരങ്ങളുണ്ടായ ഒരു തോപ്പിന്റെ ഉള്ളില് ആ ഓണർ അതൊക്കെ പൂട്ടി വെച്ച് ഭഗവാനെ രക്ഷിക്കുകയായിരുന്നു അതിനകത്ത്. അപ്പൊ ബാഹ്യപ്രചാരം ഒന്നും, ഒരു വ്യവഹാരവുമില്ല, ഭിക്ഷയ്ക്ക് പോലും പോയിക്കൊണ്ടിരുന്നില്ല. ഇദ്ദേഹത്തിന് ഉള്ളിൽ പോയി കാണണം. അപ്പൊ അവിടെ പേപ്പർ പെൻസിൽ ഒന്നുമില്ല. അവിടെ ഒരു മരത്തിന്റെ പാലെടുത്തിട്ട് ഒരു ഇലയില് മാനാമധുരൈ നെല്ലയ്യപ്പയ്യർ കാണാൻ ആശിക്കണു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അത് ഉള്ളിൽ കൊണ്ടു കൊടുത്തു. ഭഗവാൻ എന്ത് ആക്ഷൻ കാണിച്ചിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഇവരോ ഒന്നും എങ്ങനെയോ അറിഞ്ഞു, ഇവരെ ഉള്ളിൽ കൂട്ടിക്കൊണ്ടുപോയി. ഭഗവാനെ കണ്ട ഉടനെ കരച്ചൽ വന്നു. എന്താന്ന് വെച്ചാ തലജടയും കയ്യിലൊക്കെ നഖവും, നീളത്തിൽ നഖവും, നേരെ മുഴുവൻ ചളിയും, ഒന്നും കുളിച്ചിട്ടൊന്നുമില്ല, എത്രയോ കാലത്തേക്ക് കുളിച്ചിട്ടില്ല. ശരീരം മുഴുവൻ മണ്ണും ചളിയും ഒക്കെ ഒട്ടിപ്പിടിച്ച് ഒരു അനക്കമില്ലാതെ ഒരു മരത്തിന്റെ ചോട്ടിലിരിക്കുകയായിരുന്നു. ഒരു വശത്ത് കരച്ചിലും വരുന്നു. കുറച്ച് വേദാന്ത ശാസ്ത്രജ്ഞാനമൊക്കെ ഉള്ള ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ആ ഉള്ളിൽ ഒരു വശത്ത് നമ്മളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാൾ വന്നുവല്ലോ എന്നൊരു സന്തോഷം ഉണ്ടെങ്കിലും വേറെ ഒരു വശത്ത് ഈ സ്ഥിതി കണ്ട് കുറെ കരഞ്ഞു. മാനാമധുരയിൽ വന്നാൽ അവിടെ താമസിക്കാൻ സൗകര്യം തരാം, അവിടെ ഒരു ആശ്രമമുണ്ട്, അവിടെ താമസിക്കാം, എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും ഭഗവാൻ അനങ്ങിയതേ മിണ്ടാതിരുന്നു. പിന്നെ ഒന്നും പ്രയോജനം വരാതായപ്പോൾ പുറത്തുപോയി ആളുകളോടൊക്കെ പറഞ്ഞു, നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ്, വളരെ സൗഖ്യമായിട്ട് ജീവിച്ചതാണ്, നിങ്ങൾ നോക്കിക്കൊള്ളണം എന്നൊക്കെ അവരോടൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, ഒരു സന്യാസി, ആദീനം കോവിലൂർ മഠത്തിൽ പഠിച്ച സന്യാസി. അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു, അപ്പൊ ഈ കുട്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, അവൻ വല്ലതും അറിയോ, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ആ സ്വാമി പറഞ്ഞു, ഒന്നും അറിയില്ല, എന്തോ ഒരു വരട്ട് വൈരാഗ്യത്തില് ഇവിടെ വന്നിട്ട് കണ്ണും മൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കുറച്ചു ദിവസം ഇങ്ങനെ ഉണ്ടാവും, പല ആളുകൾ ഇങ്ങനെയാണ്, എന്തോ ഒരു വൈരാഗ്യത്തിൽ വരും, ഇങ്ങനെ കണ്ണു മൂടി കോണ കൊടുത്ത് ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നെല്ലയ്യപ്പയ്യർക്ക് വളരെ വിഷമത്തോടെ പോയി. പിന്നെ കഴിഞ്ഞ ഒരു 5-6 മാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. അതായത് ഇതിന്റെ ലാസ്റ്റ് വിസിറ്റാണ്. അപ്പോ വിരൂപാക്ഷ ഗുഹയില് ഭഗവാൻ എത്തിക്കഴിഞ്ഞു. വിരൂപാക്ഷ ഗുഹയിൽ ഇരിക്കണം. അപ്പോഴൊക്കെ കുറച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 1-2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവണം, എന്നാലേ ആ ടൈം ആവുള്ളൂ. അപ്പൊ ഈ ആളുകൾ ആരോ ഇരുന്ന് ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഈ ശ്ലോകത്തിന്റെ ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം ഭഗവാൻ, ഈ നാനാഛിദ്ര ഘടോദരസ്ഥിത മഹാദീപ പ്രഭാഭാസ്വരം, അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അധികമൊന്നും സംസാരിച്ചിരുന്നില്ല. പലർക്കും അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ അറിയില്ല, പൊതുവെ മൗനമാണെന്ന് തന്നെ ധരിച്ചോട്ടെ എന്നൊന്നും മിണ്ടാതിരുന്നിരുന്നു. പക്ഷെ വളരെ ജിജ്ഞാസുക്കളായിട്ട് ആരോ പോയി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുമ്പോൾ നെല്ലയ്യപ്പയ്യർ പുറത്തു വന്ന് പിന്നാലെ വന്നിരുന്നു. അതിങ്ങനെ കേട്ട് അദ്ദേഹത്തിന് ഉള്ളു നിറഞ്ഞു. ഭഗവാൻ പറയണ്ട്, അദ്ദേഹം വരുന്നത് മുൻപ് ഞാൻ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ മിണ്ടാതെ നിർത്തിയിട്ടുണ്ടാവും. പക്ഷേ കണ്ടില്ല, വന്നിരുന്നു, ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരുന്നു. ഇത് ചോദിച്ചു, പറഞ്ഞിട്ട് പിന്നെ മൗനമായി. അപ്പൊ അദ്ദേഹം വളരെ സന്തോഷമായിട്ട് കണ്ണീര് വിട്ട്, അപ്പോഴാണ് ഭഗവാന്റെ അടുത്ത് അവിടെ ഉള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇത് വെറും ജഡമായ മൗനമല്ല, സ്വാനുഭൂതി സമ്പന്നമാണെന്നൊക്കെ അറിഞ്ഞത്. വളരെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു പോയി. ഒരു മാസം 2 മാസത്തിൽ മരിച്ചുപോയി. ഇപ്പൊ ഭഗവാൻ ഈ കഥ പറയുന്നുണ്ട്, ഞാനന്ന് സംസാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അന്ന് സംസാരിച്ചത് നന്നായി. കാരണം മനസ്സിലൊരു വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു. അത് സമാധാനമായിട്ട് പോയി, എന്തോ ഒരു സമാധാനമായിട്ട് പോയി. അപ്പോ ഈ ശ്ലോകാർത്ഥം അവിടെ നാനാഛിദ്ര ഘടോദരസ്ഥിത മഹാദീപ പ്രഭാഭാസ്വരം ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണദ്വാരാ ബഹിസ്പന്ദത്തെ ജാനാമീതി തമേവ ഭാന്തമനുഭാത്യൈതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തി. പിന്നെ ഇതിനൊരു കണ്ടിന്യൂറ്റിയും ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഈശാന്യ മഠത്തിൽ പോയി ഭിക്ഷയെടുക്കും ഭഗവാൻ. അരുണാചലത്തില് ഈശാന്യ കോണില് കോവിലൂർ മഠത്തിന്റെ
സമ്പ്രദായത്തിൽ ഈശാന്യദേശിക മഠമുണ്ട്. അല്ല, വേദാന്ത മഠങ്ങളാണ് അതൊക്കെ. ആ ഈശാന്യ മഠത്തിലെ സാധുക്കൾക്ക് ഭിക്ഷ കൊടുക്കും. അതൊക്കെ അന്നത്തെ കാലത്ത് എങ്ങനെയാ ഭിക്ഷ കൊടുക്കാന്ന് വെച്ചാൽ ഉപ്പിടില്ല. സന്യാസികൾക്ക് വേണ്ടാന്ന് ഉപ്പില്ലാതെ കഞ്ഞി കൊടുക്കും. അത് വാങ്ങിക്കാനായിട്ട് സാധുക്കളൊക്കെ വന്നിരിക്കും. ഭഗവാൻ കുറേ കാലം അവിടെ പോയിട്ട് ഉമ്മറത്ത് നിന്ന് ആ കഞ്ഞി വാങ്ങി കുടിച്ചിട്ടുണ്ട്. അപ്പൊ ഉള്ളിലുള്ള മെയിൻ സ്വാമി ആരാ വരണമെന്നും കാണില്ല. അവര് ഏർപ്പാടാക്കിയിട്ടുണ്ട്, കൊടുക്കും. അപ്പൊ ഒരു ദിവസം മോളൊന്ന് നോക്കിയപ്പോ ഭഗവാൻ അവിടെ നിന്ന് ഭിക്ഷ വാങ്ങിക്കണ്ടി. കൊടുക്കുന്ന ആളുകൾക്ക് ആരോന്നൊന്നും അറിയില്ലല്ലോ. ആസ് ലോങ് ആസ് ഹി ഈസ് നോട്ട് ഗിവൺ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഹി വിൽ ഗോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കണത് കൂടെ നിന്ന് വാങ്ങിച്ചു. അപ്പൊ മോളൊന്ന് നോക്കണു, ഭഗവാൻ അവിടെ നിന്ന് വാങ്ങിക്കണത് കണ്ടോണം. അയ്യോ, സ്വാമി വന്നിருக்கு, സ്വാമി വന്ന് ഇങ്ങ വന്ന് വെളിയിൽ വന്നാ സാപ്പിടുறது அப்படின்னு പറഞ്ഞു ഓടി വന്ന് പിടിച്ചു ഉള്ളിൽ വലിച്ചോണ്ട് പോയി പിടിച്ചിരുത്തി ഇലയൊക്കെ വെച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പൊ ഒന്നും പറഞ്ഞില്ല, ഭഗവാൻ ഒന്നും റെസിസ്റ്റ് ചെയ്തില്ല. ഭക്ഷണമൊക്കെ കൊടുത്തു ഈശാന്യ മഠത്തില്. അപ്പൊ ഈശാന്യ മഠത്തിൽ ഒരു ഫോട്ടോവും എടുത്തു ഭഗവാനെ ഇരുത്തിയിട്ട്. ആ ഫോട്ടോ സ്കന്ധാശ്രമത്തിലുണ്ട്. വളരെ വ്യത്യാസമായി. ചിലർക്ക് ആ ഫോട്ടോ നമ്മുടെ വീട്ടിൽ കണ്ടിട്ടും ചോദിക്കും ഇത് ആരുടെ ഫോട്ടോ ആണെന്ന് ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ പഴയ ഫോട്ടോ, വളരെ യോഗ ശരീരം, ചെറുപ്പത്തിലുള്ള രൂപം ഒക്കെ. അപ്പോ ആ സമയത്ത് ഈ നെല്ലയപ്പേരെടുത്ത് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ സ്വാമി അവിടെ ഉണ്ട്. അപ്പൊ ഈശാന്യ മഠത്തിലെ സ്വാമി ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേക ചൂടാമണി വായിച്ച് എന്തോ അർത്ഥം ചോദിച്ചപ്പോ ആ സമയത്തേക്ക് ഭഗവാൻ അരമണിക്കൂർ അവിടെ ആ വിവേക ചൂടാമണി പറയുകയും ചെയ്തു. അപ്പൊ ഈ ഉണ്ടായിരുന്ന ഈ സ്വാമി പിന്നീട് കരഞ്ഞുകൊണ്ട് അന്ന് പറഞ്ഞു, ഇതൊന്നും ഇങ്ങനെ ഒരു ജ്ഞാനപ്രഭാവം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞില്ലല്ലോ. ഞാൻ തന്നെ ആരുടെടുത്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഒന്നും അറിയില്ല, മൂഢമായിട്ട് വെറുതെ വായടച്ച് വരട്ട് വൈരാഗ്യത്തോടെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അറിയില്ലല്ലോ. അവിടെ വെച്ച് വിവേക ചൂടാമണി പറഞ്ഞു ഭഗവാൻ ഒരേ ഒരു പ്രാവശ്യം. പിന്നെ അതിനുശേഷം ഈശാന്യ മഠത്ത് പോയില്ല. ഈശാന്യ മഠത്തിൽ. എന്താന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് പിടിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു. പിന്നെ അതിനുശേഷം പിന്നെ ഈശാന്യ മഠത്തിലേക്ക് പോയില്ല. പിന്നെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ ആരോടും പറയാതെ പോയി ഈ ഭിക്ഷയും ഒക്കെ ആളുകൾ വിളിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞ് പ്രദക്ഷിണമായിട്ട് നടന്നു പോയിട്ട് ഒരു സ്ഥലത്ത് പോയി ഒരു മണ്ഡപത്തിൽ പോയി കടന്നപ്പോ ഈശാന്യ മഠത്തിലെ സ്വാമി ആ വഴി കാളവണ്ടിയിൽ വരികയാണ്. നല്ല വലിയ ശരീരം, ബലമായ ശരീരം. ആ സ്വാമി ഇറങ്ങി വന്നിട്ട്, സ്വാമി நம்ம மடத்துக்கு போலாம், அங்க போய் பிக்ஷை பண்ணலாம். ഭഗവാൻ ഇഷ്ടമല്ല, ഒന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് അവിടെ പോയി ഭിക്ഷ. ഭഗവാൻ ഈ ഭിക്ഷയെ പഠിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ഒന്നും പറഞ്ഞില്ല, അനങ്ങാതിരുന്നു. ആ സ്വാമി പറഞ്ഞു, വണ്ടിക്കാരനെ വിളിച്ചിട്ടേ തൂക്കടാ സ്വാമിയെ പൊക്കി വണ്ടി. ഒന്ന് റെസിസ്റ്റ് ചെയ്യാതെ അപ്പൊ ഒരു പ്രാവശ്യം പോയി, പിന്നെ അല്ലാതെ പോയില്ല. അപ്പോ ഈ നാനാഛിദ്ര ഘടോദരസ്ഥിത മഹാദീപപ്രഭാപാസന ശ്ലോകത്തിന് ഒരു സ്വാരസ്യമായിട്ട് ഈ കഥ ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഈ ശരീരം തന്നെ ഒരു കുടം, ഇതിനകത്ത് ഓരോ ഇന്ദ്രിയങ്ങളും ദ്വാരങ്ങളാണ്. ഇതിനകത്തുകൂടെയൊക്കെ ലോകത്തില് പുറത്തേക്ക് പ്രസരിക്കുന്ന ഈ ചിത്ശക്തി അകത്ത് എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ട് ജാനാമീതി തമേവ ഭാന്തം അനുഭാതി, എല്ലാ അറിവിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ഉണ്ട് എന്നുള്ള തന്റെ ഇരുപ്പിനെ അറിഞ്ഞുകൊണ്ട്, പ്രപഞ്ചത്തിനെ അറിഞ്ഞുകൊണ്ട്, ബാക്കി എല്ലാ അറിവുകൾക്കും സാക്ഷിയായി ഉള്ളിനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ആ അറിവ് തന്നെ ദക്ഷിണാമൂർത്തിയുടെ സ്വരൂപം. തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തി. ഈ ശ്ലോകത്തിനെ നമ്മൾ വിസ്തരിച്ചു നോക്കേണ്ടതാണ്. അത് നമ്മൾ നാളെ വൈകുന്നേരം നോക്കാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല
അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാമാത്മനാഥം ബ്രഹ്മ.